വിഷ്വൽ ബേസിക്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക്കിന്റെ വിഷ്വൽ ബേസിക് അഥവാ വിബി എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. സാധാരണയായി ഇത് രണ്ട് രീതികളിലൂടെ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഒന്നാമത്തെ രീതിയിൽ സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് വഴി മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക്സ് 6.0 എന്ന ഗ്രൂപ്പിൽ നിന്നും വിഷ്വൽ ബേസിക് 6.0 എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ രീതിയിൽ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട്കട്ട് മെനു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിൽ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് വിബി പ്രോജക്ട് വിസാർഡിന്റെ ന്യൂ പ്രോജക്ട് ഡയലോഗ് ബോക്സ്. ഇതിൽ മുകളിലായി ന്യൂ, എക്സിസ്റ്റിംഗ്, റീസെന്റ് എന്നീ 3 ടാബുകൾ കാണാം. ഈ ഡയലോഗ് ബോക്സിൽ സ്റ്റാൻഡേർഡ് EXE സെലക്ട് ചെയ്തതായി കാണുന്നു. ഇതിനടുത്തായി മറ്റ് നിരവധി ഓപ്ഷനുകളും കാണാൻ കഴിയുന്നു. അതിനുശേഷം ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് വിഷ്വൽ ബേസിക്കിന്റെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയൺമെന്റ് അഥവാ IDE. ഈ IDE നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് കോമ്പോണന്റ്സ് ഉപയോഗിച്ചാണ്. ഇതിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതും ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതും റൺ ചെയ്യുന്നതും. ഇതിനെ വിബിയുടെ വർക്ക് സ്പേസ് എന്ന് പറയുന്നു. വിഷ്വൽ ബേസിക് വിൻഡോയുടെ മുകളിൽ പ്രോജക്ട് മൈക്രോസോഫ്റ്റ് വിബി എന്ന് കാണാം. ഇതിനെ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നു. ഈ വിൻഡോയെ വിവിധ സെക്ഷനുകളാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ടൈറ്റിൽ ബാറിന്റെ റൈറ്റ് സൈഡിൽ ചുവപ്പ് കളറിൽ കാണുന്ന ഈ അടയാളത്തിൽ, അതായത് ക്രോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനടുത്തായി കാണുന്ന രണ്ടാമത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. വീണ്ടും ഈ ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ഇതിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന മിനിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോയെ മിനിമൈസ് ചെയ്ത് ടാസ്ക് ബാറിലേക്ക് ഒരു ബട്ടണായി ഇടാവുന്നതാണ്. വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ആദ്യത്തെ രീതിയിലേക്ക് തിരിച്ചു വന്നതായി കാണാം. വിഷ്വൽ ബേസിക് വിൻഡോയുടെ തൊട്ടു താഴെയായി കാണുന്ന ഈ ഭാഗത്തെ മെനു ബാർ എന്ന് പറയുന്നു. മെനു ബാറിൽ കാണുന്ന ബേസിക് മെനുകളാണ് ഫയൽ, എഡിറ്റ്, വ്യൂ, പ്രൊജക്ട്, ഫോർമാറ്റ് തുടങ്ങിയവ. ഇതിൽ ഫയൽ എന്ന മെനുവിൽ നമുക്കൊരു പ്രോജക്റ്റിനെ ക്രിയേറ്റ്, ഓപ്പൺ, സേവ് തുടങ്ങിയവ ചെയ്യുവാനുള്ള ഓപ്ഷനുകൾ ലഭിക്കുന്നു. ഇതിൽ രണ്ടാമത്തെ മെനുവായ എഡിറ്റ് മെനു ഫോർമാറ്റിംഗിനും എഡിറ്റിംഗിനും ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ക്ലിപ്ബോർഡ് ഓപ്ഷനുകളും അൺഡു, കട്ട്, കോപ്പി, പേസ്റ്റ് തുടങ്ങിയ ഓപ്ഷനുകളും ഉപയോഗിക്കുന്നു. ഇതിൽ മൂന്നാമത്തെ മെനുവായ വ്യൂ മെനു ഫോമും കോഡ് മെനുവും കാണാനും അല്ലെങ്കിൽ IDEയുടെ കോമ്പോണന്റ്സ് ഷോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെനുവാണ് പ്രോജക്ട് മെനു. ഇതിനെ ഹാർട്ട് ഓഫ് ദ പ്രോജക്ട് എന്ന് പറയുന്നു. ഇതിൽ ഫോം, മൊഡ്യൂൾ, കൺട്രോൾ തുടങ്ങിയവ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും മറ്റുമുള്ള ഓപ്ഷനുകൾ കാണാം. അടുത്ത മെനുവായ ഫോർമാറ്റ് മെനു ഫോംസിലെ കൺട്രോളുകളുടെ സൈസ്, പ്ലേസ്മെന്റ് തുടങ്ങിയവ സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഡീബഗ് മെനുവിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും അതോടൊപ്പം ആഡ് വാച്ച്, ക്ലിയർ ഓൾ, ബ്രേക്ക് പോയിന്റ്സ് തുടങ്ങിയ ഓപ്ഷനുകളും കാണാം. റൺ മെനുവിൽ ഒരു ആപ്ലിക്കേഷന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും കൂടാതെ ഒരു ആപ്ലിക്കേഷന്റെ എക്സിക്യൂഷൻ നടുവിൽ വെച്ച് ബ്രേക്ക് ചെയ്യാനും അത് റീസ്റ്റാർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്നു. ഡാറ്റാബേസ് പ്രോജക്റ്റിൽ SQL കമാൻഡ്സ് യൂസ് ചെയ്യാൻ ക്വറി മെനുവും റിലേറ്റഡ് ടേബിൾസ് ആഡ് ചെയ്യാൻ ഡയഗ്രം മെനുവും ഉപയോഗിക്കുന്നു. ടൂൾസ് മെനുവിൽ പ്രൊസീജിയേഴ്സ് ആഡ് ചെയ്യാനും പ്രൊസീജിയറിന്റെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. കൂടാതെ എഡീഷണൽ യൂട്ടിലിറ്റീസ് ആയ ആഡ്-ഇൻസ് മെനുവും വിൻഡോ മെനു, ഹെൽപ്പ് മെനുവും കാണാം. മെനു ബാറിന് താഴെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ടൂൾ ബാർ എന്ന ഓപ്ഷനെ കാണാവുന്നതാണ്. ടൂൾ ബാർ എന്ന ഓപ്ഷൻ നമ്മുടെ സ്ക്രീനിൽ കാണണമെങ്കിൽ വ്യൂ മെനുവിൽ ടൂൾ ബാർ സെലക്ട് ചെയ്തതിനു ശേഷം സ്റ്റാൻഡേർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ടൂൾ ബാർ ഡീഫോൾട്ട് ആയിട്ടാണ് ഉണ്ടാകുക. യൂസറിന് കമാൻഡുകൾ ഈസിയായി ഉപയോഗിക്കാനാണ് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ഷോർട്ട്കട്ടുകൾ ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ സാധാരണയായി യൂസ് ചെയ്യുന്ന ബട്ടണുകളാണ് ഓപ്പൺ പ്രൊജക്ട്, സേവ് പ്രൊജക്ട്, കട്ട്, കോപ്പി, പേസ്റ്റ് തുടങ്ങിയവ. സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ടൂൾ ബാറിനും തൊട്ടുതാഴെയായി കാണുന്ന പ്രോജക്ട് 1 എന്നെഴുതിയ വിൻഡോയെ പ്രോജക്ട് എക്സ്പ്ലോറർ എന്ന് പറയുന്നു. ഇതിന് താഴെയായി നമുക്ക് വ്യൂ കോഡ്, വ്യൂ ഒബ്ജക്ട്, ടോഗിൾ ഫോൾഡേഴ്സ് എന്നീ 3 ഓപ്ഷനുകൾ കാണാൻ കഴിയും.